ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NMMSലെ സാറ്റിലെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും പുരാതന ഇന്ത്യയിലുണ്ടായിരുന്ന 3 രാജവംശങ്ങളായ മൗര്യ രാജവംശം, കുശാന രാജവംശം, ഗുപ്ത രാജവംശം എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മൗര്യ രാജവംശമാണ്. ആദ്യത്തെ ചോദ്യം, മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ആര്? ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച വർഷം BC 321. അടുത്ത ചോദ്യം, ചന്ദ്രഗുപ്ത മൗര്യൻ ഏതു വംശക്കാരനായിരുന്നു? ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട മൗര്യ വംശക്കാരനായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കിയത് ആര്? ചന്ദ്രഗുപ്തൻ. അടുത്ത ചോദ്യം, ചന്ദ്രഗുപ്തൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? കൗടില്യൻ. അടുത്ത ചോദ്യം, കൗടില്യൻ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ? ചാണക്യൻ, വിഷ്ണുഗുപ്തൻ എന്നും കൗടില്യൻ അറിയപ്പെട്ടിരുന്നു. അടുത്ത ചോദ്യം, അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? കൗടില്യൻ. അടുത്ത ചോദ്യം, മഗധയുടെ ആദ്യ തലസ്ഥാനം? രാജഗൃഹയായിരുന്നു മഗധയുടെ ആദ്യ തലസ്ഥാനം. അടുത്ത ചോദ്യം, മഗധയുടെ രണ്ടാമത്തെ തലസ്ഥാനം? പാടലീപുത്രം. അടുത്ത ചോദ്യം, ഗ്രീക്ക് ഭരണാധികാരിയായ സെല്യൂക്കസ് നിക്കോട്ടർ ചന്ദ്രഗുപ്തൻ്റെ രാജധാനിയിലേക്ക് അയച്ച സ്ഥാനപതി? മെഗസ്തനീസ്. അടുത്ത ചോദ്യം, മെഗസ്തനീസ് രചിച്ച ഗ്രന്ഥം? ഇൻഡിക്ക. അടുത്ത ചോദ്യം, ചന്ദ്രഗുപ്തന് ശേഷം അധികാരത്തിൽ വന്നത് ആര്? ബിന്ദുസാരനാണ് ചന്ദ്രഗുപ്തന് ശേഷം അധികാരത്തിൽ വന്നത്. അടുത്ത ചോദ്യം, ബിന്ദുസാരന് ശേഷം അധികാരത്തിൽ വന്നത് ആര്? അശോകൻ. അടുത്ത ചോദ്യം, മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരായിരുന്നു? അശോകനായിരുന്നു മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി. അടുത്ത ചോദ്യം, കലിംഗ യുദ്ധം നടന്നത് ഏത് വർഷം? BC 261. അടുത്ത ചോദ്യം, കലിംഗ യുദ്ധം നടന്ന കലിംഗ ഇന്നത്തെ ഏത് സംസ്ഥാനത്തിലാണ്? ഒറീസ. അടുത്ത ചോദ്യം, ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നത് ആര്? അശോകനാണ് ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പിയദസി എന്നറിയപ്പെടുന്ന രാജാവ്? അശോകൻ. അടുത്ത ചോദ്യം, അശോക ശാസനങ്ങൾ ഭൂരിഭാഗവും ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ബ്രഹ്മി ലിപിയിൽ. പ്രാകൃത് ഭാഷയിലാണ് അശോക ശാസനങ്ങൾ ഭൂരിഭാഗവും രചിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, അശോക ശാസനങ്ങൾ വായിച്ചെടുത്ത വ്യക്തി? ജെയിംസ് പ്രിൻസപ്പാണ് അശോക ശാസനങ്ങൾ വായിച്ചെടുത്ത വ്യക്തി. അടുത്ത ചോദ്യം, അശോക ശാസനങ്ങൾ ഏതെല്ലാം മറ്റു ലിപികളിൽ എഴുതിയിരുന്നു? കരോഷ്ടി, അരാമിക്, ഗ്രീക്ക് എന്നീ ലിപികളിൽ കൂടി അശോക ശാസനങ്ങൾ എഴുതിയിരുന്നു. ഇത്രയാണ് മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് കുശാന രാജവംശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ് കടക്കുന്നത്. ആദ്യത്തെ ചോദ്യം, മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധപതനത്തിന് ശേഷം ഉത്തരേന്ത്യയിൽ രൂപം കൊണ്ട പ്രധാന സാമ്രാജ്യം? കുശാന സാമ്രാജ്യം. അടുത്ത ചോദ്യം, കുശാന സാമ്രാജ്യത്തിലെ പ്രധാന രാജാവ് ആരായിരുന്നു? കനിഷ്കൻ. അടുത്ത ചോദ്യം, ആരുടെ കാലഘട്ടത്തിലായിരുന്നു ബുദ്ധമതം ഹീനയാനം, മഹായാനം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞത്? കനിഷ്കൻ്റെ കാലത്താണ് ബുദ്ധമതം മഹായാനം, ഹീനയാനം എന്നിങ്ങനെ രണ്ടായി തിരിഞ്ഞത്. അടുത്ത ചോദ്യം,
രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് ആര്? കനിഷ്കൻ. അടുത്ത ചോദ്യം, കുശാനന്മാരുടെ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ച ശില്പകലാവിദ്യ? ഗാന്ധാര കലാരീതി. അടുത്ത ചോദ്യം, കനിഷ്കൻ ശകവർഷം ആരംഭിച്ചത് എന്ന്? AD 78 കനിഷ്കൻ ശകവർഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കുശാന വംശവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുപ്ത രാജവംശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, കുശാന സാമ്രാജ്യത്തിന് ശേഷം സ്ഥാപിക്കപ്പെട്ട പ്രധാന രാജവംശം? ഗുപ്ത രാജവംശം. അടുത്ത ചോദ്യം, ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ആര്? ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ച വർഷം? AD 320 ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഗുപ്ത സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രാചീന ഇന്ത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? ഗുപ്ത കാലഘട്ടം. അടുത്ത ചോദ്യം, ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ മകൻ? സമുദ്രഗുപ്തൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്? സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, സമുദ്രഗുപ്തൻ്റെ മകൻ? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. അടുത്ത ചോദ്യം, വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ആര്? ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠന്മാർ അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? നവരത്നങ്ങൾ. അടുത്ത ചോദ്യം, നവരത്നങ്ങൾ ആരെല്ലാം? കാളിദാസൻ, ഘടകർപ്പകൻ, ശബണകൻ, വരരുചി, വേതാളഭട്ടൻ, വരാഹമിഹിരൻ, ശങ്കു, ധനന്വരി, അമരസിംഹൻ. ഇവരൊക്കെയായിരുന്നു നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ. അടുത്ത ചോദ്യം, കാളിദാസൻ്റെ രചനകൾ ഏതെല്ലാം? ശാകുന്തളം, മാളവികാഗ്നിമിത്രം, രഘുവംശം എന്നിവയായിരുന്നു കാളിദാസൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അടുത്ത ചോദ്യം, ആര്യഭട്ടൻ്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതെല്ലാം? ആര്യഭടീയം, സൂര്യസിദ്ധാന്തം. അടുത്ത ചോദ്യം, ആരുടെ കാലത്താണ് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത്? വിക്രമാദിത്യൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രസിദ്ധ സർവകലാശാലയായ നളന്ദ സ്ഥാപിച്ചത് ഏത് കാലഘട്ടത്തിൽ? ഗുപ്ത കാലഘട്ടം. അടുത്ത ചോദ്യം, വിശാഖദത്തൻ രചിച്ച ഗ്രന്ഥം? മുദ്രാരാക്ഷസം. അടുത്ത ചോദ്യം, അവസാന ഗുപ്ത രാജാവ് ആരായിരുന്നു? സ്കന്ദഗുപ്തനാണ് ഗുപ്തവംശത്തിലെ അവസാന രാജാവ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മൗര്യ സാമ്രാജ്യം, കുശാന സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. കൂടുതൽ നല്ല ടോപ്പിക്സുകളുമായി അടുത്ത ഭാഗങ്ങളിൽ കാണാം. താങ്ക് യു.